എല്ലാവർക്കും നമസ്കാരം. ഈ ബയോഗ്യാസ് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് 12 ദിവസമായി. ഏകദേശം ഇത്രയും ഗ്യാസാണ് നമുക്ക് ഒരു ദിവസം ലഭിക്കുന്നത്. അതായത് ഇതിനകത്ത് വേസ്റ്റ് ഇടാത്ത കണ്ടീഷൻ. ഇതുവരെ വേസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടില്ല. 12 ദിവസത്തിന് ശേഷമാണ് നമ്മളിതിനകത്ത് വേസ്റ്റ് ഇട്ട് തുടങ്ങുന്നത്. ഇതിനകത്ത് ചാണകവും വെള്ളമൊക്കെ വെച്ച് നിറച്ച് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. അപ്പോൾ 12 ദിവസം ആയപ്പോഴത്തേന് ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് മുങ്ങി കുറേശ്ശെ സ്ലറി വീഴുന്നുണ്ട്. ഇനി നമുക്കിതിനകത്ത് വേസ്റ്റ് ഇടാം എന്നാണ് പറയുന്നവർ. ഇത്രയും ഗ്യാസ് കൊണ്ട് നമുക്ക് അരമണിക്കൂർ നമുക്ക് പാചകം ചെയ്യാനുള്ള ഗ്യാസ് കിട്ടും. ഇത് 1 m³ പ്ലാന്റാണ്. ഏകദേശം 10 കിലോ വേസ്റ്റ്, വെള്ളം പ്ലസ് വേസ്റ്റ് 10 കിലോ അല്ലെങ്കിൽ 10 ലിറ്റർ നമുക്കിതിനകത്ത് ഒഴിക്കുവാൻ സാധിക്കും. കമ്പനിക്കാർ പറയുന്നത് 2 മണിക്കൂർ വരെ ഗ്യാസ് കിട്ടും എന്നാണ്. എന്തായാലും ഇപ്പം അരമണിക്കൂർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഈ ഗ്യാസ് ചേമ്പറിൻ്റെ ഇതിൻ്റെ പ്ലാന്റ് ഇടയ്ക്ക് കുറച്ച് വെള്ളം ഉള്ള ഭാഗമുണ്ട്. നോക്കുക, ഇവിടെ കൂത്താടി വരാൻ സാധ്യതയുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ആഴ്ച നമുക്ക് തുറന്ന് കളയാൻ ഉള്ള ഒരു സംവിധാനം അതിനകത്തുണ്ട്. ഈ ഒരു ക്യാപ്പ് നമുക്ക് തുറന്നാൽ മതി. പിന്നെ ഈ വെള്ളവും ഈ പ്ലാന്റുമായിട്ട് അകത്തോട്ട് യാതൊരു ബന്ധവുമില്ല. ഈ വെള്ളം അകത്തെ പ്ലാന്റിലേക്ക് കയറത്തില്ല. അതും ഇതുമായിട്ട് കണക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കിതിനകത്ത് കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചാലും കുഴപ്പമില്ല, കൂത്താടി വളരാതെ നിൽക്കും. എന്തായാലും ഈ പ്ലാന്റിനെ പറ്റി വേസ്റ്റൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എത്രത്തോളം ഗ്യാസ് കിട്ടും എന്നുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഉടനെയുള്ള വീഡിയോയിൽ നമുക്ക് കാണാം. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഇത് ബെനിഫിറ്റ് ആണോ അതോ നമുക്ക് ഗുഡാണോ ബാഡാണോ എന്നൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, ഇതെൻ്റെ റിവ്യൂസ് മാത്രമാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ക്ഷമയോട് കൂടി എൻ്റെ വീഡിയോ വാച്ചിങ് നന്ദി. താങ്ക് യു.